മൂല്യവർദ്ധനവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർഷകൻ നേരിടുന്ന ഒരു പ്രശ്നം. ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് ന്യായമായ വില ലഭിക്കുന്നില്ല. വരും വർഷങ്ങളിൽ നമുക്ക് അതിന്റെ ഒരു പരിപൂർണമായ പരിഹാരം ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള ഗ്രോ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കർഷകർക്ക് തന്നെ നേരിട്ട് കൊടുക്കാനും അതിലൂടെ മെച്ചപ്പെട്ട ഒരു വില ലഭിക്കാനും സാധിക്കും. അവിടേക്ക് വരുമ്പോഴേക്ക് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട കൃഷി വകുപ്പിൽ കുറച്ചുകൂടി തൊഴിലവസരങ്ങളെല്ലാം സജ്ജീകരിക്കാനാവും. കൃഷിഭവനുകളിൽ വരുമ്പോൾ അവിടുത്തെ കൃഷി ഓഫീസറും അവിടെയുള്ള ബാക്കി കൃഷി അസിസ്റ്റന്റുമാരും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മരുന്നുകൾ, പല രീതികളിലുള്ള മരുന്നുകൾ നമ്മളവിടെ ഒരു ഡിസ്പ്ലേക്ക് എന്നതുപോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പിനെ പറ്റി പറയുന്നതിന് വേണ്ടി നമ്മൾ ഈരാറ്റുപേട്ട ഓഫീസർ കൂടിയായിട്ടുള്ള രമ്യ മാം നമ്മളോട് ചേരുന്നുണ്ട്. അപ്പൊ മാമിനോട് ചോദിക്കാം ഈ ഒരു സ്റ്റോളിനെ പറ്റിയും അതുപോലെ തന്നെ വരും പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെയുള്ളത്. മാം പറയും. കൃഷി വകുപ്പിന്റെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീം സ്റ്റോളിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഈ തീം സ്റ്റോളിൽ പലവിധ കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം വരുന്നത് പ്ലാൻ ഹെൽത്ത് ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട്. ഈ പ്ലാൻ ഹെൽത്ത് ക്ലിനിക്ക് ഉദ്ദേശിക്കുന്നത് കൃഷി ഭവനുകളെ ഒരു ക്ലിനിക്കായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ പോലെ കരുതുക ആണെങ്കിൽ എങ്ങനെയിരിക്കും, ആ രീതിയിലാണ് പ്ലാൻ ഹെൽത്ത് ക്ലിനിക്കുകൾ വിഭാവനം ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ ഒരു കീടം ബാധിച്ച അല്ലെങ്കിൽ രോഗം ബാധിച്ച ഒരു സ്പെസിമെൻ അല്ലെങ്കിൽ ഒരു സിംറ്റവുമായിട്ട് കൃഷിഭവനുകളിൽ വരുമ്പോൾ അവിടുത്തെ കൃഷി ഓഫീസറും അവിടെയുള്ള ബാക്കി കൃഷി അസിസ്റ്റന്റുമാരും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ കർഷകന്റെ കൃത്യമായിട്ട് അത് കൊണ്ടുവന്നിരിക്കുന്ന സിംറ്റം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അതിന്റെ റെക്കമെൻഡേഷൻ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ ഹെൽത്ത് ക്ലിനിക്കിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ വിവിധ തരത്തിലുള്ള സിംറ്റംസ്, നമ്മുടെ ഫീൽഡിൽ നിന്നും ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന സിംറ്റംസ് ഒക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റെക്കമെൻഡേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് മരുന്നുകൾ, പല രീതികളിലുള്ള മരുന്നുകൾ നമ്മളവിടെ ഒരു ഡിസ്പ്ലേക്ക് എന്നതുപോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ക്യാപ്കോ എന്ന് പറയുന്ന കർഷകരുടെ സ്വന്തം കമ്പനിയായി കൃഷി വകുപ്പ് വിഭാവനം ചെയ്യുന്ന പുതിയ പദ്ധതി അല്ലെങ്കിൽ പുതിയ ഒരു വലിയ രീതിയിൽ ഒരു ബ്രോഡർ ആസ്പെക്റ്റിൽ പറഞ്ഞാൽ വലിയൊരു ആശയമാണ് കൃഷി വകുപ്പിന്റെ. അതായത് ഇതൊരു എക്സ്പോ ആൻഡ് ഒരു അഗ്രി പാർക്ക് പോലെ തിരുവനന്തപുരത്ത് ഒരുങ്ങുന്ന ഒരു പുതിയ പ്രസ്ഥാനമാണ്. മറ്റൊന്നുമല്ല, കൃഷി വകുപ്പിനെ ഒരു കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഒരു മാർക്കറ്റിംഗ് ശൃംഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗിന്റെ ഒരു സാധ്യതകളിലേക്ക് കൂടി ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ അതിനൊരു കുറച്ചുകൂടി ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. അത് തിരുവനന്തപുരത്ത് ഒരു എക്സിബിഷൻ സെന്റർ ആയിട്ടാണ് അത് വരുന്നത്. ആഗോളതലത്തിൽ ഫുഡ് കോർട്ട് ഉൾപ്പെടെയുള്ള വരുന്ന ഒരു സംരംഭമാണ്. അവിടേക്ക് വരുമ്പോഴേക്ക് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട കൃഷി വകുപ്പിൽ കുറച്ചുകൂടി തൊഴിലവസരങ്ങളെല്ലാം സജ്ജീകരിക്കാനാവും. അതേപോലെ തന്നെ കൃഷി വകുപ്പിനെ നമുക്കറിയാവുന്ന പോലെ കർഷകർക്ക് വാണിജ്യാടിസ്ഥാനത്തിലും അല്ലാതെയും കൃഷി ചെയ്യുന്ന കർഷകർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അത് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു വരുമാന വർധനവും മൂല്യവർധനവിലൂടെ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ പദ്ധതി അല്ലെങ്കിൽ പുതിയൊരു സംരംഭമാണ് ക്യാപ്കോ. മൂന്നാമത്തേത് നമ്മുടെ കേരള ഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് കൃഷി വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതിയാണ്. കേരള ഗ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യവർദ്ധനവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർഷകൻ നേരിടുന്ന ഒരു പ്രശ്നം. ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് ന്യായമായ വില ലഭിക്കുന്നില്ല. അപ്പൊ വില ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ കർഷകനെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേരള ഗ്രോ. ഇതിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അവരുടെ തോട്ടങ്ങളിൽ നിന്നും അവർ വിളവെടുത്ത് ഉണ്ടാക്കി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു ന്യൂട്രിയന്റ് അനാലിസിസ് അല്ലെങ്കിൽ അതിന്റെ ഗുണമേന്മ പരിശോധിച്ചതിന് ശേഷം കൃഷി വകുപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൃഷി ഭവനുകളിലേക്ക് അവർ അവരുടെ സാമ്പിൾ എത്തിക്കുന്നു. അപ്പൊ അത് ആ ന്യൂട്രിയന്റ് അനാലിസിസിന് ശേഷം നമുക്ക് ലഭിക്കുന്ന സാമ്പിളിൽ നിന്നും അവരുടെ കുറച്ചധികം രജിസ്ട്രേഷൻസ് ഒക്കെ ഇതിന് ഡോക്യുമെന്റ്സ് എല്ലാം ആവശ്യമായിട്ടുണ്ട്. അതായത് GST രജിസ്ട്രേഷൻ, പാക്കിംഗ് ലൈസൻസ്, ഫുഡ് FSSAI രജിസ്ട്രേഷൻ, പഞ്ചായത്ത് ലൈസൻസ് ഉൾപ്പെടെ ആധാർ കാർഡ് ഉൾപ്പെടെ ഉള്ള രേഖകൾ അവർ കരുതിയിരിക്കണം. ആ രജിസ്ട്രേഷൻസ് ഉള്ള ആ ഡോക്യുമെന്റ്സുമായിട്ട് കൃഷിഭവനുകളിലേക്ക് അവർ വരുമ്പോൾ കൃഷി ഓഫീസറിന്റെ റെക്കമെൻഡേഷൻസ് സഹിതം നമ്മൾ ജില്ലാ ഓഫീസിലേക്ക് കൈമാറുകയാണ്. അത് കേരള ഗ്രോ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. കർഷകർക്ക് തന്നെ നേരിട്ട് കൊടുക്കാനും അതിലൂടെ മെച്ചപ്പെട്ട ഒരു വില ലഭിക്കാനും സാധിക്കും. കാരണം വിപണിയിൽ കർഷകൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് കേരള ഗ്രോ വിഭാവനം ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പല കൃഷിഭവനുകളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ എത്തിയിട്ടുണ്ട്. അത് മുന്നോട്ട് അതിന്റെ പടിപടിയായിട്ടുള്ള കാര്യങ്ങൾ നടന്നു വരുന്നു.
ഇത്രത്തോളം കുറെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും ഇത് കർഷകരിലേക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ടോ? അതായത് ഈ ഒരു പുതിയ പദ്ധതികളെ പറ്റിയൊക്കെ എത്തുന്നുണ്ടോ? പുതിയ പദ്ധതികളെ കുറിച്ച് എല്ലാം എത്തുന്നുണ്ട്. കാരണം പ്ലാൻ ഹെൽത്ത് ക്ലിനിക്കുകൾ മുന്നേ പറഞ്ഞത് എല്ലാ ബുധനാഴ്ചകളിലും കൃഷിഭവനുകളിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്ലാൻ ഹെൽത്ത് ക്ലിനിക്കുകൾ ഉള്ള കൃഷിഭവനുകളിൽ. പിന്നെ കേരള ഗ്രോ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് തുടക്കം കുറിച്ചിരിക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ അത് ഓൺലൈൻ മാർക്കറ്റിംഗ്, അതിന് പരമാവധി പ്രൊമോഷൻസ് കർഷകരുടെ ഇടയിൽ ലഭിക്കുന്നുണ്ട്. കർഷകർ അതനുസരിച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഈ നെല്ലിന്റെ പ്രശ്നം ഭയങ്കര രൂക്ഷമാണ്. അതായത് വിളവെടുത്തിട്ടും അത് കൃത്യമായിട്ട് കയറ്റി അയക്കാൻ പറ്റാത്തൊരു പ്രശ്നം കർഷകരിൽ ഭയങ്കരമായിരുന്നു. നമ്മുടെ കല്ലറയിലും അതുപോലെ തന്നെ കുമരകത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടായിരുന്നു. അതിനെന്താണ് നമുക്കൊരു പ്രതിവിധി കാണാൻ സാധിക്കുന്നത്? നമുക്ക് മാർക്കറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശരിക്കും പാടി മാർക്കറ്റിംഗ് ഓഫീസ്, അതില് പാടി മാർക്കറ്റിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നുണ്ട്. അവർ വളരെ കാര്യക്ഷമമായിട്ട് അവരുടെ ഇടപെടലുകളിലൂടെ അത് പരിഹരിക്കാനായിട്ട്, അപ്പൊ വരും വർഷങ്ങളിൽ നമുക്ക് അതിന്റെ ഒരു പരിപൂർണമായ പരിഹാരം ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന കൃഷി വകുപ്പ് നേരിടുന്ന, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള രീതികളിൽ ഗവൺമെന്റിന്റെ പരമാവധി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഉദ്യോഗസ്ഥർക്ക് അത് ചെയ്യാനാവൂ. എങ്കിലും അത് വരും വർഷങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നം അപാകതയും പരിഹരിക്കാമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കർഷകരുടെ ഒരു ഉന്നമനവും അവരുടെ ഒരു അപ്ലിഫ്റ്റിംഗ് ആണ് ശരിക്കും ഇത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഒരു 40% കർഷകരുണ്ട്. അവരിലേക്ക് ഇപ്പോഴും പല കാര്യങ്ങളിലും എത്തുന്നില്ല. അതായത് നമ്മൾ സർക്കാർ തന്നെ നിരവധി പദ്ധതികൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടും അതൊന്നും കർഷകരിലേക്ക് കൃത്യമായിട്ട് എത്തുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ കൃഷിഭവനുകളിൽ ജോലി ചെയ്യുന്ന ഒരു രീതികളും കൂടി അതിന് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഒരു പഞ്ചായത്തിലെ ഒരു കൃഷി ഓഫീസർ എന്ന് പറയുന്നത് ആ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയായിട്ടാണ് സമൂഹം കരുതുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ മറ്റൊരു സ്ഥാപനത്തിൽ ചെല്ലുന്നതിനേക്കാളൊക്കെ ഏറെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ കർഷകരോടും അവിടെ വരുന്ന ആൾക്കാരോടും ഇടപെടാറുള്ളത്. അപ്പോൾ ഇപ്പൊ എന്റെ ഉദാഹരണത്തിന് ഞാൻ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരുവിധം 90% അറ്റസ്റ്റേഷൻ എന്റെ ഓഫീസിലേക്കാണ് വരാറുള്ളത്. പല വകുപ്പുകളും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും ഉണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അത് അവരുടെ ഒരു സ്വീകാര്യതയാണ് കാണിക്കുന്നത്. കൃഷി വകുപ്പിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാവും. കാരണം ഏറ്റവും കൂടുതൽ ഉന്നമനവും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉയർച്ചയും വേണ്ട ഒരു വിഭാഗമാണ് കൃഷിഭവൻ അല്ലെങ്കിൽ കർഷകർ. അപ്പൊ അവരെ പരമാവധി സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ദൗത്യം തന്നെയാണ്. അതെല്ലാണെങ്കിലും നന്നായിട്ട് തന്നെ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്.